വേലിക്കുട്ടി മൂപ്പരെ കണ്ടിട്ട് നാളായല്ലോ. എന്താ സുന്ദരല്ലേ? മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് സുഖായിരിക്കുന്നു. പേരും പേരുമായും പൂണ്ടു പണ്ട് കാലം കഴിച്ച കാവിണിശ്ശേരി അത്തറവാട്ടിലെ കാരണവ വൈദ്യശാസ്ത്രത്തിലും പേരുകേട്ടോ. പണ്ടൊരു നമ്പ്യാർത്തറവാട്ടില് കന്യകയ്ക്കേറ്റ വിഷബാധയാ പേരെഴും വൈദ്യരെ കൊണ്ടുവന്നു രോഗം വിമുക്തമാക്കിച്ചു പോലും. വയലില് ആവശ്യത്തിന് പണിക്കാരൊക്കെ ഉണ്ടല്ലോ രാമ. ഓ, കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവ് വളരെ മോശ. ഈ പ്രാവശ്യം അങ്ങനെ ആവരുത്. ആയിക്കോട്ടമ്പ്ര. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ആയിക്കോട്ടമ്പ്ര. എന്തേ സുഭദ്രേ, ഇന്നൽപ്പം താമസിച്ചല്ലോ? ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരുന്നു. കർക്കടകത്തിന്റെ വറുതിയിൽ നിന്ന് ചിങ്ങത്തിന്റെ സമൃദ്ധിയിലേക്ക് കടന്നതല്ലേ. ഇനി ഉത്സവത്തിന്റെ നാളുകളാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആവാം രാമ. ഓ, കവിണിശ്ശേരി പെരുവണ്ണാനെ കണ്ടിട്ട് ഇച്ചിരി നാളായി. കളരിയും തെയ്യം കെട്ടലും ചികിത്സയുമായി തിരക്കോട് തിരക്കല്ലേ. എങ്കിൽ നമ്മെ മുഖം കാണിക്കാനുള്ള അറിയിപ്പ് കൊടുക്കുക. അറിയിക്കാം. ഓ, കവണിശ്ശേരി പെരുവണ്ണ അല്ലേ വരുന്നത്? പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ആളിങ്ങെത്തി. തമ്പുരാൻ കാണണമെന്ന് വിചാരിക്കുമ്പോഴേക്കും പെരുവണ്ണാനും എത്തിയിരിക്കും. വാ വാ. കോവിലകത്തേക്കുള്ള വഴിയൊക്കെ മറന്നുവോ? അത് കുറച്ച് തിരക്കിലായിരുന്നു തമ്പുരാനെ. സകലകലാവല്ലഭനല്ലേ, തിരക്കുണ്ടാവും, ഉണ്ടാവണം. അടിയൻ അത്ര കണ്ട് പ്രശംസ അർഹിക്കുന്നുണ്ടോ തമ്പുരാനെ? പേരും പ്രശസ്തിയും വർദ്ധിക്കുമ്പോ ശത്രുക്കളും വർദ്ധിക്കും. അത് ഓർമ്മയുണ്ടാവണം. തമ്പുരാൻ കൂടെയുള്ളപ്പോ അടിയൻ എന്തിനു ഭയക്കണം? തറവാട്ടു ഭഗവതിയെയും മുത്തപ്പനെയും മുറുകെ പിടിച്ചോളൂ. അത് കഴിഞ്ഞേ തമ്പുരാനുള്ളൂ. എന്നാൽ അടിയൻ വിട കൊള്ളട്ടെ. പെരുവണ്ണാനും പോവാൻ ധൃതിയില്ലാച്ചാ നമുക്ക് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം. എന്താ? എല്ലാം കാട് പിടിച്ച് കിടക്കുക, ഒരു ശ്രദ്ധയില്ലാണ്ട് അയക്കണം. ആരാ മനസ്സിലായില്ല? തമ്പുരാനെ മുഖം കാണിക്കാൻ വന്നതാ. എന്താ കാര്യം? നമ്പിയുടെ മോൾക്ക് വിഷം തീണ്ടിയിരിക്കുന്നു. ഞങ്ങളെ നാട്ടിലെ വൈദ്യനെ കൊണ്ട് പറ്റുന്നില്ല. ഓ, അങ്ങനെയാ. തമ്പുരാന്റെ അനുമതി ഉണ്ടെങ്കിൽ പെരുവണ്ണാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുവണ്ണാന്റെ ചികിത്സയുടെ വൈദഗ്ധ്യം അറിഞ്ഞു വന്നതല്ലേ, നന്നായി. മരുന്നിനും ചികിത്സയ്ക്കും ദേശവ്യത്യാസമില്ല, പറഞ്ഞയക്കാം. വളരെ നന്ദിയുണ്ട് തമ്പുരാനെ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ധൈര്യമായിട്ട് പോയിക്കോളൂ. എല്ലാം ഒരുക്കം കഴിഞ്ഞില്ലേ? ഇതാ എത്തി. വരാമ. കണ്ടില്ലേ രാമ, എന്താ ഒരു കള. ഇതൊക്കെ ഒന്ന് പറപ്പിച്ചൂടെ? ഒവ്വമ്പ്ര. എല്ലാത്തിനും ഊവമ്പ്രാന്ന് പറഞ്ഞാ പോരാ, ആളെ വിട്ട് ചെയ്യിപ്പിക്കണം. ഒവ്വമ്പ്ര. പെരുവണ്ണാൻ വരുന്നുണ്ടല്ലോ. തമ്പുരാനെ, നമ്പിയുടെ മകളുടെ ദീനം മാറ്റാൻ അടിയൻ യാത്രയാവുകയാണ്. ചികിത്സയുടെ കാര്യമായതുകൊണ്ട് പറഞ്ഞയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നു തമ്പുരാനെ, അടിയനെ വിഷമിപ്പിക്കാതെ യാത്രയാക്കിയാലും.
പെരുവണ്ണാന്റെ വൈദ്യം വിജയിക്കുമ്പോ അവിടെ മറ്റൊരു വൈദ്യം തോൽക്കുന്നു. അയാൾക്ക് മാനഹാനി ഉണ്ടാവുമ്പോ നിനക്ക് ജീവഹാനി ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഒന്നും സംഭവിക്കില്ല പൊന്നുതമ്പുരാനെ. അടിയന്റെ രക്ഷാകവചമായി ഈ തമ്പുരാനുള്ളപ്പോൾ എന്തു പേടിക്കാനാ? നല്ലത് വരട്ടെ. മുത്തപ്പൻ കാക്കട്ടെ. രാമവാ. അമ്മേ, ദാ ഇതെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് 3 നേരം ആട്ടിൻപാലിൽ സേവിക്കുക. എരിവും പുളിയും തീരെ പാടില്ല. ചാണകം മെഴുകിയ വെറും നിലത്ത് കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ കുട്ടിയെ കിടത്തണം. പകലുറക്കം തീരെ പാടില്ല. ഒന്നും പേടിക്കണ്ട. മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭേദം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ വൈദ്യരെ. മുത്തപ്പ. ആ മരുന്നൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പഥ്യൊന്നും തെറ്റിക്കണ്ട. വൈദ്യന്റെ കൈപുണ്യം അപാരം തന്നെ. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഒരു വൈദ്യൻ. ചികിത്സ ഫലിക്കുകയില്ല, പ്രതിഫലം ചോദിച്ചു വാങ്ങുകയും ചെയ്യും. ഈ കഷ്ടപ്പാടൊക്കെ വെറുതെയാണെന്നാ എന്റെ അഭിപ്രായം. അതെന്താ അങ്ങനൊരു അഭിപ്രായം? ചികിത്സ ഫലിക്കാത്തത് കൊണ്ട്. ആഴ്ചകളോളം ഞാൻ കൊടുത്ത മരുന്നുകൾ രോഗിയുടെ ശരീരത്തിലുണ്ടല്ലോ. അപ്പൊ പിന്നെ വരുന്നവന് ചികിത്സ എളുപ്പാവില്ലേ? വീണെടുത്ത് കിടന്നുരുളാൻ നിങ്ങൾ പണ്ടേ സമർത്ഥനാണല്ലോ. ഭാര്യയായി നിനക്ക് പോലും എന്നെ വിലയില്ല അല്ലേ? നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം. ആ വൈദ്യന് യാത്രയാകുമ്പോ എന്തെല്ലാം സമ്മാനങ്ങളായിരിക്കും അയാൾക്ക് കിട്ടുന്നത്. അതൊക്കെ വെറും നിസ്സാരം. അതിലും വലിയൊരു സമ്മാനം ഞാൻ അവന് കൊടുക്കുന്നുണ്ട്.
രക്ഷക എന്റെ മുത്തപ്പ. രക്ഷപ്പെട്ടോളൂ. എന്റെ പൊന്നു തമ്പുരാന് വിവരം അറിയിക്കാ. ഓ അയ്യോ തമ്പുരാനെ, തമ്പുരാനെ, ചതിച്ചു തമ്പുരാനെ, ചതിച്ചു. എന്താ ഉണ്ടായേ? നമ്മുടെ പെരുവണ്ണാനെ, പെരുവണ്ണാനെ? പെരുവണ്ണാനെ ആരോ അമ്പെയ്തു തമ്പുരാനെ. പെരുവണ്ണാനെ? എന്റെ പെരുവണ്ണ. അതൊക്കെ അവിടെ കിടക്കട്ടെ. തമ്പുരാൻ അറിഞ്ഞ നമ്മുടെ തല കാണില്ല. വാ, വേഗം രക്ഷപ്പെടാം. വാ. പെരുവണ്ണാനെ, പെരുവണ്ണാനെ, പെരുവണ്ണാനെ? പെരുവണ്ണാനെ, പെരുവണ്ണാനെ എന്താ പറ്റിയത്? വെള്ളം, വെള്ളം. ആരെങ്കിലും പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാ. അടിയൻ ചതിക്കപ്പെട്ടു തമ്പുരാനെ. പെരുവണ്ണാനെ അല്ല ചതിച്ചത്, എന്നെയാ. ലോകത്തിന് മുതൽക്കൂട്ടാവേണ്ട വൈദ്യശാസ്ത്രത്തെയാണ്. ഇത് ചെയ്തവൻ ആരായാലും അവനെ നാം ജീവനോടെ വെച്ചേക്കില്ല. ഇത് ചിറക്കൽ കോവിലകത്തെ തമ്പുരാന്റെ കൽപ്പനയാണ്. അടിയന്റെ വരും തലമുറയ്ക്ക് ചോര വീണ മണ്ണിൽ ഒരിടം. കവണിശ്ശേരി പെരുവണ്ണാന്റെ കുടുംബത്തിനും വരും തലമുറയ്ക്കും എല്ലാ അവകാശങ്ങളോടും കൂടി അനുഭവിച്ചു പോരാൻ വാസയോഗ്യമായ ഒരിടം കണ്ടെത്തി അത് നൽകുന്നതായിരിക്കും നമ്മൾ. ഇതും ചിറക്കൽ കോവിലകത്തെ തമ്പുരാന്റെ കൽപ്പന. തമ്പുരാനെ വെള്ളം. പെരുവണ്ണാൻ പെരുവണ്ണാനെ, പെരുവണ്ണാനെ. ഞെട്ടിത്തരിച്ചുപോയി തമ്പുരാനും പൊട്ടിക്കരയുന്നു മർത്യരെല്ലാം. ഞെട്ടിത്തരിച്ചുപോയി തമ്പുരാനും പൊട്ടിക്കരയുന്നു മർത്യരെല്ലാം. പൊട്ടിക്കരയുന്നു മർത്യരെല്ലാം. പൊട്ടിക്കര